ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഈ സീനറിയൊക്കെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാനുള്ളൊരു ഇതില്ല, സുഖമില്ല. അതുകൊണ്ടാണ് ഈ റൂമിൽ തന്നെ ഇരുന്ന് വീഡിയോകൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും തണുപ്പ് മാറിയ ഉടനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ മോൾഡോവനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, എന്തൊക്കെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരണമെന്ന്. അപ്പം ഈ മോൾഡോവയിലേക്ക് വരാനിരിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ കൂടുതലും ഇവിടെ കിട്ടാത്ത സാധനങ്ങളാണ് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത്. കാരണം ഇപ്പോൾ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, 2 വർഷത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ 2 വർഷത്തേക്ക് കണക്കാക്കിയിട്ട് വേണം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്പൈസസ്, അതായത് ഞാനിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ്. ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാനാണെങ്കിൽ പോലും ചിക്കൻ മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടുത്തെ നൂഡിൽസിന് അത്ര, നമ്മുടെ നാട്ടിലെ നൂഡിൽസ് പോലെ അത്ര ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസാലകൾ 2 വർഷത്തേക്ക് കണക്കാക്കി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ആദ്യം വരുമ്പോൾ തന്നെ ഇപ്പോൾ 2-3 കിലോ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു 30 കിലോ ഒക്കെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് ആഡ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമില്ല. അപ്പോൾ മെയിനായിട്ട് മസാലകൾ ഇതേപോലത്തെ ചിക്കൻ മസാല, പിന്നെ അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ കിട്ടത്തില്ലെന്നല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റും ഇല്ല, അത്ര ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതാണ് അപ്പോൾ മെയിൻ ഒരു ഇത്. പിന്നെ പപ്പടം, പിന്നെ സ്നാക്സ്, മിച്ചർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ അതേപോലെ മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോക്കനട്ട് ഓയിൽ ഇവിടെ കിട്ടും, പക്ഷെ ഭയങ്കര റേറ്റാണ്. അപ്പം അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് വേണമെങ്കിൽ അത് കൊണ്ടുവരാം. പിന്നെ അതേപോലെ കറി ലീവ്സ് ഇവിടെ കിട്ടത്തില്ല, അത് വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ നമുക്ക് ഇതേപോലെ ഈ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തേങ്ങ അരച്ച് ഉണക്കിയിട്ട് കൊണ്ടുവരും കറികളിലൊക്കെ ഇടാൻ. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു കുക്കറും പിന്നെ ഒരു ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. കാരണം കുക്കർ ഇവിടെ വാങ്ങാൻ കിട്ടുമെങ്കിലും നല്ല വിലയും കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ കുക്കറിന് അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുക്കർ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് ഗുണം ചെയ്യും. കാരണം കുക്കറാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മിക്കവാറും ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ കുക്കർ എന്തായാലും കൊണ്ടുവരണം. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ഫ്രൈ പാനും കൂടെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതേപോലെ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ കുറച്ച് സാനിറ്ററി പാഡൊക്കെ എക്സ്ട്രാ കൊണ്ടുവരുന്നത് ലാഭമായിരിക്കും. കാരണം ഇവിടെ അതിന് നല്ല പൈസ കൂടുതലാണ്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം. എന്തായാലും ഇവിടെ ഒന്ന് വാങ്ങേണ്ടി വരും, എന്നാലും നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആമസോണോ അല്ലെങ്കിൽ അങ്ങനത്തെ സൈറ്റുകളൊന്നുമില്ല. അപ്പം ഇപ്പം നാട്ടിലെ പോലെ ഇവിടെ വന്നിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരണ്ട, അതൊന്നും എന്തായാലും ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഇവിടെ അങ്ങനത്തെ സൈറ്റുകളും ഇല്ല. ഡ്രസ്സ് മാത്രം ഓർഡർ ചെയ്തിട്ടാണ്, ഡ്രസ്സ് മാത്രമൊക്കെ ആണെങ്കിൽ ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഈ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. അതാലോചിച്ചിട്ട് അങ്ങനത്തെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വേണം വരാൻ. അല്ലാതെ ഇവിടെ വന്ന് വാങ്ങാൻ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. പിന്നെ അതേപോലെ നിങ്ങൾ ഒരുപാട് ഡ്രസ്സ് വരുമ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 1-2 ഡ്രസ്സ് എടുത്താൽ മതി. കാരണം ഇവിടെ കൂടുതൽ സമയം തണുപ്പാണ് അല്ലെങ്കിൽ നല്ല ചൂടാണ്. അപ്പം ഈ തണുപ്പ് സമയത്ത് എന്തായാലും നാട്ടിലെ ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പാടായിരിക്കും. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് കുറച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്, നിങ്ങൾക്ക് പറ്റിയത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്രയും സ്പേസ് വേസ്റ്റ് ആവും. ഡ്രസ്സ് ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ജാക്കറ്റൊക്കെ നമുക്ക് സമ്മർ ടൈമിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. സമ്മർ ടൈമിൽ ഇവർ ഈ ജാക്കറ്റ് സെയിലില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും നല്ല രീതിയിൽ ഓഫറിലായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജാക്കറ്റൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങാം. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇവിടെ ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഒരു 10-15 ഷൂസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഷൂസ് ഇവിടെ വന്നിട്ട് ഇപ്പം മഞ്ഞാണെങ്കിൽ ബൂട്ടൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഷൂസ് ഇവിടെ ചെറിയ പൈസക്കൊക്കെ വാങ്ങും കിട്ടും. അപ്പോൾ ഷൂസൊന്നും വാങ്ങി വെറുതെ പൈസ കളയാൻ നിൽക്കരുത്, ഇവിടെ കിട്ടും അതൊക്കെ. മെയിനായിട്ട് നിങ്ങൾ 2 വർഷത്തേക്ക് നിങ്ങളെ സർവൈവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ സ്പൈസസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ ബുക്കിലൊക്കെ നോട്ടൊക്കെ എഴുതി ശീലിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2-3 നോട്ട്സൊക്കെ എടുക്കാം. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഈ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ നല്ല കിടിലൻ നോട്ടുകളില്ല. അങ്ങനത്തെ നോട്ടുകൾ ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഫുൾ ഇങ്ങനെ ബോക്സ് വരച്ച നോട്ടുകളാണ് കൂടുതലും കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് സ്കൂളിൽ കണക്കെഴുതത്തില്ല, ചെറിയ ബോക്സിൽ സ്കൂളിൽ ഇങ്ങനെ മാത്സ് പഠിപ്പിക്കുന്ന നോട്ടുണ്ടാവില്ല, അങ്ങനത്തെ നോട്ടുകളാണ് കൂടുതലിവിടെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പം അല്ലാതെ സാധാരണ വരയില്ലാത്ത ബുക്കുകളും ഇങ്ങനെ സ്ട്രെയിറ്റ് വരെയുള്ള ബുക്കുകളൊക്കെ കിട്ടാൻ പാടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ, അത് നിർബന്ധമുള്ള 2-3 അത് വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ നാട്ടിലെ ചൗരസ്യ അങ്ങനത്തെ അനാട്ടമിയുടെ ടെക്സ്റ്റൊക്കെ അതൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും കൊണ്ടുവരാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരാറില്ല പൊതുവേ. കാരണം ഇവർ നമ്മുടെ നാട്ടിൽ അത്ര ടഫായിട്ട് പഠിപ്പിക്കാറില്ല, അത്ര ഡീപ്പായിട്ട് പഠിപ്പിക്കാറില്ല. അപ്പം
ഇവിടുത്തെ ഉള്ള PDF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോട്ട് ഫുൾ കമ്പ്യൂട്ടറിലൊക്കെയാണ്. അപ്പോൾ നോട്ട് അങ്ങനെ അധികം ഞാൻ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വായനാശീലമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ മലയാളം നോവലുകളോ അങ്ങനത്തെ ബുക്കുകളൊക്കെ കൊണ്ടുവരാം. കാരണം ഇവിടെ അത് വാങ്ങാൻ കിട്ടത്തില്ല, ഓർഡർ ചെയ്ത് സൈറ്റിൽ നിന്ന് വരുത്താനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശീലമുള്ള ആൾക്കാർ ഒരു 10-15 കൊച്ചു ബുക്കൊക്കെ ആയിട്ട്, കൊച്ചു ബുക്കല്ല, അല്ലാതെ ഇതേപോലത്തെ നോവലോ അല്ലെങ്കിൽ മലയാളം ബുക്കുകൾ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് ബുക്കും കിട്ടും, പക്ഷെ അതിനും ഭയങ്കര വില കൂടുതലാണ്. നമ്മൾ സാധാരണ ആമസോണിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ 3, 4, 5 ഇരട്ടിയൊക്കെയാണ് ഇവിടെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർ കുറച്ച് ബുക്കൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് മരുന്നുകളാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ക്രീമുകളോ കാര്യങ്ങളോ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഇപ്പം ചില ആൾക്കാർ കുരുവിന് മരുന്ന് യൂസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഇവിടെ മരുന്നിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. അപ്പം കുറേ മരുന്നുകൾ നിങ്ങൾ എടുക്കണം. ഇപ്പോൾ വയറുവേദന, തലവേദന, അങ്ങനത്തെ കുറേ സാധാ മരുന്നുകൾ, പിന്നെ ജലദോഷം, സിട്രസിൻ, അങ്ങനത്തെ കുറേ മരുന്നുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് അങ്ങനെ കുറച്ച് മരുന്ന് നിങ്ങൾ ബൾക്കായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും, കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അതേപോലെ ഈ വൈറ്റമിൻ ഗുളികകൾ, അങ്ങനത്തെ ഗുളികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും, പക്ഷെ നല്ല റേറ്റ് കൂടുതലാണ്. കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി റേറ്റാണ്. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് വൈറ്റമിൻ ഗുളികളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ ലാഭം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ അതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങാനാണെങ്കിൽ ഇവിടെ നല്ല പുതിയ, അതായത് പെട്ടി പൊട്ടിച്ചോ അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചത് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വാങ്ങണം നിർബന്ധമില്ലെങ്കിൽ ഇവിടെ വന്ന് നല്ല പൈസ കുറച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അതേപോലെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് സെക്കൻഡ് ഹാൻഡ്, പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് നമുക്ക് നല്ല റേറ്റ് കുറവിൽ കിട്ടും. അപ്പോൾ അത് നാട്ടിൽ നിന്ന് വാങ്ങണമെന്നില്ല, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്നും മിസ്സായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.